വിജയന്തിക്ക് ശിക്ഷ വിധിച്ച് ബാലചന്ദ്രൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വൈജയന്തിയുടെ അഹങ്കാരത്തിന് അറുതി വരുത്താനായിട്ട് ബാലചന്ദ്രനും മക്കളും തുനിഞ്ഞിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. നാഴികയ്ക്ക് 40 വട്ടം വൈജയന്തി പറയുന്നുണ്ട്. അതായത് ഇതെല്ലാം തൻ്റെ വീടാണ്, താനാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ അടുക്കളയിലൊന്നും കയറി ഒന്നും ചെയ്യുകയൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അത് നമ്മുടെ മക്കൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. മക്കളാണെങ്കിൽ അമ്മയുടെ കുക്കുണ്ടാക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിൽ എങ്കിൽ ശരി, പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നു. തുടർന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് വൈജയന്തി എല്ലാവരെയും വിളിക്കുമ്പോൾ അവരാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇതേ സമയം ഇതെന്താ പുതിയൊരു പദ്ധതി, പുതിയൊരു ഏർപ്പാട്? എന്ത് പറ്റി ബാലേന്ദ്ര? എന്താണ് ഇങ്ങനെ ഒക്കെ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം അപ്പോൾ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഭക്ഷണമുണ്ടാക്കിയതൊക്കെ ആർക്ക് വേണ്ടിയാണ് എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ, നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്? മക്കളുടെ ഇഷ്ടത്തിനോ എൻ്റെ ഇഷ്ടത്തിനോ വല്ല പ്രാധാന്യവും നീ തരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്ര, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അത് മറക്കരുതെന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു ഭാര്യ പദവിയൊന്നും ഞാനിപ്പോൾ നിനക്ക് തന്നിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എനിക്ക് നിന്നെപ്പോലെ അഹങ്കാരിയും ഒരു മൂഷാട്ട് സ്വഭാവമുള്ള ഭാര്യയെ ആവശ്യമില്ല എന്ന് ബാലേന്ദ്രൻ എടുത്തു പറയുകയാണ്. ഇതേ സമയം എന്നെ ഇത്രമാത്രം വെറുക്കാൻ, എന്നോട് ദേഷ്യം കാണിക്കാൻ ഞാൻ എന്താണ് ചെയ്തത് എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ, നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് വൈജയ്. നീ ആലോചിച്ചു നോക്കിയാൽ നിനക്കെല്ലാം മനസ്സിലാകും എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ, എനിക്ക് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ അത് പിന്നെ നിങ്ങളൊരു വൃത്തികെട്ട സ്വഭാവമായി മാറുകയാണ് ബാലചന്ദ്ര എന്ന് കൂടി വൈജയന്തി കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ നമ്മുടെ വൈജയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീയാണ് ശരിക്കും വൃത്തികെട്ട സ്വഭാവക്കാരി. നീ എത്രമാത്രം കാര്യങ്ങൾ എന്നിൽ നിന്നും മറച്ചു പിടിച്ചിട്ടുണ്ടെന്നോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നോ എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുക, നീ ഒരു ഭൂതമായാണ്, ഒരു മായയായാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. അതായത് കൊച്ചമ്മ എന്ന് വിളിക്കണമെന്നും അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് വേലക്കാരിയുടെ മുൻപിൽ വലിയ ഡിമാൻഡും കാര്യങ്ങളൊക്കെയാണ് വൈജയന്തി ഇട്ട് വച്ചിരിക്കുന്നത്. ആ ഡിമാൻഡും കാര്യങ്ങളുമെല്ലാം ബാലേന്ദ്രൻ പൊളിച്ചു കളയുന്നൊരു കാഴ്ച, വൈജയന്തിയെ വലിച്ചു കീറുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം വൈജയന്തിയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ, ഒറ്റപ്പെട്ടവളെ പോലെ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്
പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ, പ്രേക്ഷകരെ.